പഹൽഗഞ്ച് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഹോട്ടൽ മുറിയിൽ സെപ്റ്റംബർ 17-ാം തീയതി രാത്രി സുഖകരമായ ഉറക്കത്തിന് വിശ്രമത്തിന് ശേഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പഹൽഗഞ്ചിലേക്ക് ഇറങ്ങിയതാണ്. തലേ ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട മെട്രോ നഗരം തന്നെയാണ് ഇതെന്ന് ഞാൻ അതിശയിച്ചു പോയി. എന്തൊരു വ്യത്യാസം രാവിലെയും രാത്രിയും തമ്മിൽ. ഇതേ തെരുവ് തന്നെ രാത്രിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളുമൊക്കെയായി അത് കഴിച്ച ആളുകൾ അങ്ങനെ ആസ്വദിച്ച് നടക്കുന്നത് കാണാം. ഈ വീഡിയോയ്ക്ക് ശേഷം അത് ഇടാൻ.
നമുക്ക് രാവിലെ കണ്ട ഇതേ പഹൽഗഞ്ച് തെരുവുകൾ രാത്രിയാണ്. ഇത് തലേ ദിവസം രാത്രിയിലെയാണ്. ഇങ്ങനെ രാത്രിയിൽ കാണപ്പെടുന്ന ഒരു തെരുവാണ് പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കാണുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ വ്യത്യസ്തമായ രീതികളാണ് ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പകൽ മറ്റെന്തൊക്കെ ജോലിക്ക് പോയതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് ഇവർ ഭക്ഷണം കഴിക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പകൽ മുഴുവൻ പണിത്തിരക്കിലായിരിക്കും. മാത്രമല്ല രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു. വളരെ തിന്നായിട്ടുള്ള സോയിലാണ്. ചെറിയ കാറ്റത്ത് അത് പറക്കുകയും ചെയ്യും. പെട്ടെന്ന് ഭയങ്കര ഡസ്റ്റിയായിട്ട് കാണപ്പെടും. മഴ പെയ്ത് കഴിഞ്ഞാൽ വല്ലാതെ മോശമായ രീതിയിൽ അത് കാണപ്പെടുകയും ചെയ്യും. അതിവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാ നോക്കൂ, രാവിലെ കണ്ട തെരുവാണ് ഈ രാത്രിയിൽ കാണുന്നത്. ഞാൻ സെയിം ലൊക്കേഷനിലൂടെയാണ് ക്യാമറ കൊണ്ടുപോകുന്നത്. രാവിലെ നമ്മൾ കണ്ട പശു ഒക്കെ ആയിട്ടുള്ള അതേ തെരുവ് തന്നെയാണ് രാത്രിയിൽ കാണുന്നത്. രാവിലെ തെരുവ് കൈയടക്കി വച്ചിരുന്ന ആ ഗോക്കൾ, പശുക്കൾ ഇപ്പോൾ എവിടെയാണ്? അതെവിടെയെങ്കിലും ഉണ്ടാകുമല്ലോ. എന്ന് വെച്ചാൽ അതിനെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ട്. അത് ആരുടെയെങ്കിലും ഉടമസ്ഥതയിലുള്ളതാണ്. അതിൻ്റെ ഒരു ടൈമിങ് രാവിലെ ആയിരിക്കാം. മാത്രമല്ല അതിന് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന കുറച്ച് ആളുകൾ, അത് സ്ത്രീകൾ മാത്രമാണ് അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടത്. 3-4 സ്ത്രീകളാണ് ഞാൻ കുറേ സമയം അവിടെ നിന്ന് വാച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഒരു പുരുഷനും കൊടുക്കുന്ന കണ്ടില്ല. സ്ത്രീകളെയാണ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിർബന്ധം കൊണ്ടൊക്കെ ചെയ്യുന്നതും പെട്ടെന്ന് കൺവിൻസ് ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ സമയത്തും അവ ഇവിടെ ഉണ്ടാകണമല്ലോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ ഇങ്ങനെ പശുക്കൾ വരുന്നു, അവ അവിടെ ചാണകം ഇടുന്നു, റോഡിൻ്റെ സൈഡ് ഫുട്പാത്തിൽ എല്ലായിടത്തും അവ കൈയടക്കുന്നു. അതിനുശേഷം അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു. വൈകുന്നേരം ആകുമ്പോൾ അത് പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമാവുന്നു. അവയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആളുകൾ അപ്രത്യക്ഷമാവുന്നു. പിന്നെ തെരുവ് അങ്ങ് സജീവമായി. അത് ഭക്ഷണത്തിനും ആനന്ദിക്കാനും ചുറ്റിക്കറങ്ങാനുമുള്ളൊരു സ്ഥലമായി മാറുന്നു. അപ്പോൾ ഇതിങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല. ഇങ്ങനെ ഈ തെരുവിനെ സെറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. ഒരു സംവിധാനമുണ്ട്. നമ്മൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആളുകൾ ഇപ്പോൾ ഈ രാവിലത്തെ ടൗണിനെയാണ് വളരെ ഹൈലൈറ്റ് ചെയ്ത് അതാണ് ഈ നഗരം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ കാണിച്ച് ഇവിടെ പോകാത്ത ആളുകൾ അങ്ങനെയാണ് ഈ ടൗണിൽ നിന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ അതൊന്ന് മാറ്റാൻ കൂടിയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്തത്. മാത്രമല്ല നമ്മളുടെയൊക്കെ ടൗണുകളിൽ ഒരുപക്ഷെ കേരളത്തിലൊക്കെ ഇതിനെങ്ങനെ വൃത്തിയായി പരിപാലിക്കുക എന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. എന്നാൽ അത്ര തന്നെ വൃത്തിയല്ല താനും. എന്നാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും രാത്രിയിൽ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റിയും രാത്രി സഞ്ചരിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ പിന്നിലാണ്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ തിരിച്ചറിയണം. പഹൽഗഞ്ച് തെരുവിൽ രാവിലത്തെ പശുവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ എടുത്ത് കൊടുത്തി തന്നെ അവിടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കുന്ന സീറ്റിലിരുന്ന് വീഡിയോ പിടിച്ചാണ് അവിടുത്തെ ഭക്ഷണം. എനിക്കവിടെ ബിരിയാണി ചാവൽ പാചകം ചെയ്തതും, അതായത് ബിരിയാണി ചോറും അതിൻ്റെ കൂടെ ചന കറിയുമാണ് 50 രൂപയ്ക്ക് വളരെ നല്ല ക്വാളിറ്റിയിലും തന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്, ഒരുപാട് ആളുകൾ പാരൻസ് കുട്ടികളെ കൊണ്ട് ബൈക്കിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. അവരുടെ ബാഗിൽ നിന്ന് ഒഴിഞ്ഞ ടിഫിൻ ബോക്സ് എടുത്ത് കൊടുക്കുന്നു. അതിൽ നിറയെ ചോറും കറിപ്പാത്രത്തിൽ ഈ ചനക്കറിയും കൂടെ സവാളയും മല്ലി ചട്നിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു. നല്ല ക്വാളിറ്റിയുള്ള ശുദ്ധമായ ഭക്ഷണമൊക്കെ നല്ലതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഡൈജഷനും വയറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്ര നല്ല ഈ ബിരിയാണി ചോറും ചാനക്കറിയും ഇതൊക്കെ ഇങ്ങനെ 50 രൂപയ്ക്ക് നൽകുന്നത്. അപ്പം നമ്മുടെ ഈ തെരുവിൽ അങ്ങനെയാണെങ്കിൽ ഇത് തൊട്ട് മുന്നിൽ പശു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലും ഇവർ ഈ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടൊരു തെരുവിനെ സെറ്റ് ചെയ്ത് ഇരിക്കുന്നതിനേക്കാളും അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സജ്ജമാക്കിയൊരു തെരുവായിരിക്കാം അത്. പിന്നെ കുറച്ച് ശബ്ദത്തിൻ്റെ ആധിക്യമുണ്ട്. കൂടാതെ ഇവിടുത്തെ മണ്ണ് ഒരു വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്.
ലോമി സോയിൽ എന്നോ അല്ലെങ്കിൽ ക്ലേ സോയിൽ എന്നൊക്കെ പറയുന്ന തരമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളം പെട്ടെന്ന് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യപ്പെടും. അപ്പോൾ പെട്ടെന്ന് ചെളി വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റു വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ മണ്ണ് കുറച്ചൊരു കട്ടിയുള്ളതാണ്. ആ മണ്ണ് അകത്തേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വൃത്തികേട് ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആളുകളുടെ ഒരു വൃത്തിയില്ലായ്മയൊന്നുമല്ല, അത് ഇവിടുത്തെ മണ്ണിൻ്റെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ഡൽഹിയിലെ സോയിൽ എങ്ങനെയാണെന്ന് നോക്കിയത്. വളരെ സോഫ്റ്റ് സോയിലാണ്, ലോമി സോയിലാണ്, ക്ലേ സോയിലാണ്. അതായത് പെട്ടെന്ന് കുതിർന്ന് ഇങ്ങനെ ചെളിയാകുന്ന, നമ്മളെന്തെങ്കിലുമൊക്കെ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ മണ്ണുണ്ടല്ലോ, അതുപോലെ നമുക്ക് തോന്നും. അതങ്ങനെ കുഴയ്ക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് കുഴയ്ക്കാൻ പറ്റുന്ന, വളരെ സോഫ്റ്റായിട്ടുള്ള പറന്നു പോകുന്ന തരം മണ്ണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടേക്ക് മഴ പെയ്യുമ്പോൾ അവിടെ ചെളി കൂടും. അതാണ് ഇതിൻ്റെ ഒരു വൃത്തികേടായിട്ട് കാണുന്നത്. മാത്രമല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പൊടി ഇങ്ങനെ പറന്ന് അവിടെയൊക്കെ വളരെ മോശമായിട്ട് കാണപ്പെടും. തെരുവിനൊരു വൃത്തി കാണപ്പെടുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമെന്നാണ് എനിക്ക് തോന്നിയത്, ഇവിടത്തെയൊക്കെ വൃത്തിയില്ലായ്മയും വൃത്തിയുടെയൊക്കെ പിന്നിൽ. അപ്പോൾ അവിടെ ഭക്ഷണ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കണ്ടോ, അത് യൂണിഫോം ഇട്ട കുട്ടികളാണ് അവർ. ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് സ്കൂൾ കുട്ടികളാണ്. അവരുടെ ബാഗ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവർ കാത്തേക്കാണ്. പുറത്തതാ നമ്മുടെ ഗോമാതാക്കൾ. പക്ഷേ എനിക്കിത്രേ പറയാനുള്ളൂ, നമ്മൾ ദൈവത്തെ കുറച്ചുകൂടി മാന്യമായ സ്ഥലത്ത് മാന്യമായിട്ട് ശ്രേഷ്ഠമായിട്ട് പരിചരിക്കണം. ഇതുപോലുള്ള വൃത്തികേടായ തെരുവിലല്ല അവയെ പരിചരിക്കേണ്ടത്. ചപ്പാത്തി അല്ലല്ലോ പശുവിൻ്റെ ഭക്ഷണം. അതിന് നല്ല പുല്ല് അല്ലെങ്കിൽ വെജിറ്റേറിയനായിട്ടുള്ള അത്തരത്തിൽ സ്റ്റാർച്ചി ഫുഡല്ല പശുക്കൾ കഴിക്കുന്നത്. അത് കുറച്ചുകൂടി ലീഫി വെജിറ്റബിളാണ് കഴിക്കുന്നത്. അത്തരം ലീഫി വെജിറ്റബിൾ അതിന് നല്ല കുറച്ച് വൃത്തിയുള്ള സാഹചര്യത്തിൽ, മനുഷ്യന് അങ്ങനെ വൃത്തികേടിൽ താമസിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ശരിക്കും പശുക്കൾ മാതാക്കൾ തന്നെയാണ്. അവ പാല് തരുന്ന, അവയിൽ നിന്ന് വരുന്ന ഒന്നും തന്നെ പാഴ്വസ്തുക്കളല്ല, എല്ലാം ഉപയോഗപ്രദമായതാണ്. അപ്പോൾ അതുകൊണ്ട് അവയെ കുറച്ചുകൂടി നല്ല സാഹചര്യത്തിൽ സംരക്ഷിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല രീതിയിൽ അതിനെ പരിചരിക്കപ്പെടണമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ തെരുവിൻ്റെ രാവിലെയും വൈകുന്നേരമുള്ള വ്യത്യാസം, പിന്നെ അതെങ്ങനെ വൃത്തിഹീനമായിട്ട് കാണപ്പെടുന്നു, അതിൻ്റെ കാരണം എന്താണ് എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചത്. ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ ഞാൻ അവിടെ നിന്നൊരു 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഒരു ഹോട്ടൽ കൂടി പരിചയപ്പെടുത്തി. അവിടെ ലഭിച്ച ഭക്ഷണമായാലും നല്ല റിച്ചായിട്ടുള്ള ഫുഡ്, അത്രയ്ക്കൊന്നും പൈസയില്ല. ഇവിടെ തെരുവ് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഇങ്ങനെ വേസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നോക്കുക, ആ വെള്ളവും ചെളിയും കാണുന്നുണ്ടല്ലോ, അതങ്ങനെയാണ്. ഡൽഹിയുടെ ഏത് ഭാഗത്ത് ചെറുതായിട്ടൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ചെളി കൂടും. ചെളി ഇങ്ങനെ കുഴഞ്ഞ ചെളിയല്ല, ഒരു സിൽക്കി ആയിട്ട് മണ്ണിങ്ങനെ കുതിർന്ന രീതിയിലുള്ള ചെളി കാണപ്പെടുന്നു. നേരെ മറിച്ച് റെഡ് ഫോർട്ട് ഒരു കിങ്ഡം പോലെ വളരെ മനോഹരമായിട്ട് ഒരു വിദേശ രാജ്യം പോലെയൊക്കെ കാണപ്പെടുന്നതിന് കാരണം അവിടുത്തെ കെട്ടിടങ്ങൾ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്നുകിൽ ടൈൽസ് വിരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും പുല്ല് വളർത്തുന്നുണ്ട്. പുല്ല് കൃത്യമായ ഇടവേളയിൽ വെട്ടി മാറ്റുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത്ര വൃത്തിയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മണ്ണ് ഇങ്ങനെ നഗ്നമായിട്ട് കിടന്നാൽ കാലാവസ്ഥയിലെ മാറ്റത്തിനനുസരിച്ച് ഈ മണ്ണ് ഒരുപാട് പ്രശ്നം സൃഷ്ടിക്കുന്നു. കാറ്റുള്ളപ്പോൾ ആ മണ്ണിൽ പൊടി എല്ലായിടത്തേക്കും അങ്ങ് തൂവപ്പെടുന്നു, പറന്ന് എല്ലാ പ്രതലങ്ങളിലും ചെന്ന് പറ്റിപ്പിടിക്കുന്നു. മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കുതിർന്ന് വളരെ സിൽക്കി സോഫ്റ്റ് സോയിലായിട്ട് മഴത്തുള്ളിയായിട്ട് അതിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ആകെ വൃത്തികേടായിട്ട് വരുന്നു. ഞാൻ രാവിലെ പഹൽഗഞ്ച് തെരുവിൻ്റെ മറ്റ് കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാൻ ഇറങ്ങിയതാണ്. ഈ കാണുന്നത് ഒരു സ്കൂളാണ്. ഇത്ര ചെറിയ ബിൽഡിങ്, പക്ഷേ ബിൽഡിങ്ങിലല്ലല്ലോ കാര്യം. ഇതാ ഒരു കുട്ടി കയറി പോകുന്നു. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന, പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങൾ, ഒട്ടുമിക്ക യൂറോപ്പ് രാജ്യങ്ങൾ തണുപ്പ് രാജ്യങ്ങളാണ്. ഈ തണുപ്പ് രാജ്യങ്ങളിലെ പ്രത്യേകത നമുക്ക് കാണാം. അവിടെയൊക്കെ പെട്ടെന്ന് പുല്ല് വളരും, തണുപ്പ് കൊണ്ട് തന്നെ. എന്നിട്ട് ആ പുല്ല് വളർത്തി ആ പ്രദേശത്തെ മനോഹരമാക്കുകയാണ് അവർ ചെയ്യുന്നത്. അവിടെ ആ പുല്ല് മാറ്റിക്കഴിഞ്ഞാൽ മിക്ക യൂറോപ്പ് രാജ്യങ്ങളും ഇതുപോലെ തന്നെ UK ഒക്കെ ആണെങ്കിലും
ഇതുപോലെ ബെയറായിട്ട് മണ്ണ് കിടക്കുകയാണെങ്കിൽ ചെളി കുഴഞ്ഞ രീതിയിൽ കാണപ്പെടും. നമ്മളുടെ കേരളത്തിലെ ഇടുക്കി ഭാഗത്തേക്ക് കോതമംഗലം തൊട്ട് ഇടുക്കിയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, മഴ പെയ്തെന്ന് പോലും അറിയില്ല. അത് ലാറ്ററൈറ്റ് സോയിലാണ്. ആ മണ്ണ് പെട്ടെന്ന് വെള്ളത്തെ വളരെ അടിയിലേക്ക് വെള്ളത്തെ വലിക്കുന്നു. അപ്പോൾ അവിടെ വളരെ ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് കിടക്കും. നേരെ മറിച്ച് ഇങ്ങനത്തെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാകുമ്പോൾ ചെറുതായിട്ട് വെള്ളം അവിടേക്ക് സ്പർശിക്കപ്പെട്ടാൽ അത് മനുഷ്യന് നടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ വൃത്തിഹീനമായിട്ട് കാണപ്പെടും. അപ്പോൾ ഈ വൃത്തി എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾ നിലനിർത്തുന്നത്, പക്ഷേ അതിന് കാലാവസ്ഥയുമായിട്ടും അവിടുത്തെ സോയിലുമായിട്ടും വളരെ അഭേദ്യമായൊരു ബന്ധം ഉണ്ട് എന്ന് നഗരപാലകരും സ്ട്രീറ്റ് ഡെവലപ്പ് ചെയ്യുന്നവർ, ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവിടുത്തെ സിറ്റുവേഷൻ മാറ്റുകയും ചെയ്യണം. മാത്രമല്ല മാധ്യമങ്ങളായാലും ഇത്തരം മൈനസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെപ്പോലും മൈനസ് പറയാൻ പറ്റില്ല, അത് അവിടുത്തെ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിന് കാരണം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയുമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തെരുവിൽ പശുക്കൾ അലഞ്ഞു തിരിയുന്നതും മനുഷ്യന് തടസ്സമുണ്ടാക്കുന്നതും പരിചരിക്കപ്പെടുന്നതും നമിക്കുന്നതൊക്കെയായ പല സന്ദേശങ്ങൾ, മെസ്സേജുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അന്നേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ചില രാഷ്ട്രീയമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം മണിക്കൂറുകളോളം ഇവിടെ നിന്ന് ഇതിനെ നിരീക്ഷിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ആ മഞ്ഞ ചുരിദാറിട്ട ചേച്ചി തൊട്ട് മുന്നിലുള്ള ചപ്പാത്തി കടയിൽ നിന്ന് ചപ്പാത്തി വാങ്ങുന്നു. നല്ല വസ്ത്രം ധരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ്. അവരിവിടെ നിൽക്കുന്ന ആളല്ല, അവർ കുറച്ച് സമയത്തേക്ക് എന്തോ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഇത് മനസ്സിലായത്. അവർ ഈ പശുക്കളുടെ അടുത്തെത്തുന്നു, പശുക്കൾക്ക് അടുക്കടുക്കായിട്ടുള്ള ചപ്പാത്തികൾ വായിൽ വെച്ച് കൊടുക്കുന്നു, നിലത്തിട്ട് കൊടുക്കുന്നു, അതിനുശേഷം അവയെ നമിക്കുന്നു. അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കൂട്ടറിൽ ചില സ്ത്രീകൾ, പുരുഷന്മാരുടെ പുറകെ നിന്ന് സഞ്ചരിക്കുന്ന ചില സ്ത്രീകൾ വന്ന് അവരും ഇതുപോലെ അവരുടെ കയ്യിൽ നിന്ന് എന്തോ കൊടുക്കുന്നു, കൈകൂപ്പി വണങ്ങുന്നു. എല്ലാം സ്ത്രീകളാണ്, പുരുഷന്മാരാരും അങ്ങനെ ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ വ്യക്തമായൊരു കാര്യമുണ്ട്. അതിന് രാഷ്ട്രീയമൊന്നും ഞാൻ പറയില്ല, എന്തോ ഒരു കാര്യമുണ്ട്. കാരണം ഇതെങ്ങനെ ആയിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. അതൊരു പരിപാലനം, ആരാധന എന്നതിനേക്കാളും ഉപരി മറ്റെന്തോ ഒരു പ്രചരണമാണ് ഇത്. അപ്പോൾ അവരൊരു കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന പോലെയാണ് അവരത് ചെയ്യുന്നത്. നോക്കൂ, വേസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ പശുക്കൾ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെയാണോ ദൈവങ്ങളെ പരിചരിക്കുന്നത്? യഥാർത്ഥത്തിൽ ആരാധന ബഹുമാനമുണ്ടെങ്കിൽ ആ സ്ത്രീ അങ്ങനെ കൊടുക്കണം. മനുഷ്യർക്കായാലും ഏത് ജീവിക്കായാലും നമ്മൾ കുറച്ച് നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യും. ആ സ്ത്രീ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. ഇപ്പോൾ അവ വീണ്ടും ആ പരിസരത്തുള്ള എല്ലാ വേസ്റ്റ് ബിന്നുകളിലെയും ഭക്ഷണം കഴിക്കുകയാണ്. ഈ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കൂടി ഏർപ്പെടുത്തിയതാണോ എന്നറിയില്ല. എന്തായാലും അത് ഒരിക്കലും ശരിയല്ല. കടകളുടെ മുന്നിലെ വേസ്റ്റ് അല്ല ഗോമാതാക്കൾ കഴിക്കേണ്ടത്. നമുക്ക് പാലും മറ്റ് കൃഷിക്ക് ആവശ്യമുള്ള വളവുമൊക്കെ നൽകുന്ന ഈ നല്ല മൃഗങ്ങളെ ഇങ്ങനെ വേസ്റ്റ് കൊടുത്തല്ല. ആ വേസ്റ്റിൽ ഇത്ര മോശമായ കാര്യം ഉണ്ടാവും, ഫുഡ് പോയ്സണിങ്ങിനുള്ള സാധനങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണെങ്കിലും അതങ്ങനെ ചെയ്തുകൂടാത്തതാണ്. 2 കുട്ടികൾ തന്ന് പൈസ ചോദിക്കുന്നു, ഭക്ഷണം ചോദിക്കുന്നു. എനിക്കാണെങ്കിൽ ഹിന്ദിയിൽ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരെന്തൊക്കെ ചോദിക്കുന്നുണ്ട്. പണ്ട് ഹൈദരാബാദിൽ വെച്ചാണ് ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇതുമുണ്ട്, എല്ലാമുണ്ട്. വലിയൊരു മെട്രോ, വളർന്നൊരു മെട്രോ നഗരത്തിൻ്റേതായ എല്ലാ പകിട്ടുകളുമുണ്ട്. അതേസമയം തന്നെ ഒരു വളരെ അവികസിതമായ തെരുവിൻ്റെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ തെരുവിൽ A to Z കാര്യങ്ങൾ ഉള്ള ഒരിതാണ്. പൊതുവെ നമ്മൾ കാണുന്ന വികസിത രാജ്യങ്ങളിലും മറ്റും അല്ലെങ്കിൽ മെട്രോ നഗരങ്ങളിലുമൊക്കെ വളർച്ച വികസിതമായ കാര്യങ്ങളെ കാണുള്ളൂ. ഇവിടെ എല്ലാം മിക്സാണ്. ഇത്ര മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ ഈ കണ്ട വീഡിയോയിലെ ചില രംഗങ്ങൾ മാത്രം എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ അറിവ് പ്രചരിപ്പിക്കുക, മോശമായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അതൊന്നും ഒട്ടും ശരിയല്ല. ഞാൻ തലേ ദിവസത്തെ എൻ്റെ പാക്കേജ് ട്രിപ്പ് കഴിഞ്ഞ്
പോരും വഴിക്ക് ബസ്സിലെ ഡ്രൈവറുടെ ഫോട്ടോ എടുത്താണ്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ ഹോട്ടലിൽ നിന്ന് 100 മീറ്റർ ദൂരത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടെ എനിക്ക് ലഭിച്ച മെനു കാർഡ്, ഭക്ഷണം, അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 550 രൂപയുടെ ഫുഡാണ് ഞാൻ കഴിച്ചത്. ഇതിൽ 4 പറാന്തയുണ്ട്, ബിരിയാണി ചോറുണ്ട്, ലാം കറിയുണ്ട്, ചിക്കൻ കറിയുണ്ട്, പരിപ്പ് കറിയുണ്ട്, തൈരുണ്ട്, സവാള, ചെറുനാരങ്ങ, അച്ചാർ, രസഗുള. ഇത്ര സാധനമാണ് 550 രൂപയ്ക്ക്. കൂടാതെ ലെമൺ ടീ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യം എപ്പോഴും പറയുന്നത്, കേരളത്തിൽ പുറത്തെ ജില്ലയിൽ താമസിക്കുമ്പോൾ പല ഹോട്ടലുകളിൽ നിന്നും എത്ര പൈസ കൊടുത്ത ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളോ നല്ല ഫുഡുകളോ ഒന്നും നമുക്ക് ലഭ്യമല്ല. സ്ഥിരമായിട്ട് കുറച്ച് പാറ്റേൺ ഉണ്ട്, അതും യാതൊരു ക്വാണ്ടിറ്റി ഇല്ലാത്തത്. കേരളത്തിലെ ഭക്ഷണശാലകളിലെ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിനുള്ള വിലയല്ല കൊടുക്കേണ്ടത്, അവരുടെ EMI അടയ്ക്കാനുള്ള, അവരുടെ പ്രാരാബ്ദങ്ങൾ വീട്ടാനുള്ള പൈസയാണ് കൊടുക്കുക. ഈ വീഡിയോ കാണിച്ച അതേ തെരുവിനോട് ചേർന്നുള്ള ഹോട്ടലാണിത്. ഭക്ഷണം കഴിക്കാൻ വരുന്നവൻ്റെ അടുത്ത് പ്രാരാബ്ദങ്ങളുടെ EMIകളുടെ ബണ്ടക്കെട്ട് അഴിക്കുന്ന ഏക ജനത മലയാളികൾ മാത്രമായിരിക്കും.